ഉറപ്പായും ഇവർ ബ്രസീൽ ലോകകപ്പ് സ്ക്വാഡിൽ ഉണ്ടാവും. കാർലോ അൻസലോട്ടിയുടെ പ്രതികരണം എന്ന പേരിൽ പോയ ദിനം ESPN ബ്രസീൽ ഒരു വാർത്ത പോസ്റ്റ് ചെയ്തിരുന്നു. ലോകകപ്പിൽ കാനറികളുടെ മഞ്ഞക്കുപ്പായത്തിൽ ഉറപ്പായും ഉണ്ടാകുന്ന 11 അംഗ താരങ്ങളുടെ പട്ടികയായിരുന്നു ആ വാർത്ത. നിലവിൽ യൂറോപ്യൻ ഫുട്ബോളിൽ തകർത്ത് കളിക്കുന്ന വൻതോക്കുകളെല്ലാം ഇറ്റാലിയൻ കോച്ചിന്റെ ലോകകപ്പ് പ്രൊജക്ടിന്റെ ഭാഗമായുണ്ട്. എന്നാൽ ഒരു സുപ്രധാന പേര് അതിൽ മിസ്സിംഗ് ആണ്. ഓരോ ബ്രസീൽ ആരാധകനും പ്രതീക്ഷയോടെ കാണുന്ന അവരുടെ സ്വന്തം സുൽത്താൻ നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. വിശ്വമേളയ്ക്ക് ഒരുങ്ങാൻ ഇനിയും മാസങ്ങളുണ്ടായിരിക്കെ നിലവിൽ പുറത്തുവരുന്ന സ്ക്വാഡിൽ ആരൊക്കെ ആഡ് ചെയ്യപ്പെടും? ലിസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ? പരിശോധിക്കാം. ഗോൾ കീപ്പറായി അലിസൺ ബെക്കർ, പ്രതിരോധ നിരയുടെ കരുത്തായി PSG ഭടൻ മാർക്കിനോസും ഗണ്ണേഴ്സിന്റെ കാവലാൾ ഗബ്രിയേലും, മധ്യനിരയിൽ അറ്റാക്കിങ്ങിനെയും പ്രതിരോധത്തിനെയും പാലമാകാൻ കസമീറോ, കളി മെനയാൻ ബ്രൂണോ ഗുമീറസ്, അറ്റാക്കിംഗ് ദൗത്യം ഏറ്റെടുക്കാൻ വിനീഷ്യസ് ജൂനിയറും എസ്താവോ വില്യനും, കൂടെ റാഫീനയും റോഡ്രിഗോയും മത്യാസ് കുഞ്ഞയും മാർട്ടിനെല്ലിയും. നിലവിലെ ഫോം നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം ദേശീയ ടീമിൽ ഇടം പിടിക്കാൻ അർഹർ തന്നെ. യൂറോപ്പിലെ പല ലീഗുകളിലായി ഈ സീസണിൽ പേരെഴുതി ചേർത്തവരാണ് ഓരോ താരങ്ങളും. എക്സ്പീരിയൻസിനൊപ്പം യങ് ബ്ലഡുകളും ഉൾപ്പെട്ട പെർഫെക്റ്റ് സെലക്ഷൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു നിര. പോയ മെയ് മാസം ചുമതല ഏറ്റെടുത്ത ശേഷം ഇതുവരെ അൻസലോട്ടിയുടെ സ്ക്വാഡിൽ ഇടം പിടിക്കാൻ നെയ്മറിനായിട്ടില്ല. പരിക്ക് കാരണമാണ് ദീർഘകാലം പുറത്തിരുന്നതെങ്കിൽ പിന്നീട് ഫിറ്റ്നസ് കൺസേൺ പറഞ്ഞ് നിരന്തരം മാറ്റി നിർത്തി. ഇഞ്ചുറിക്കും റീഹാബിനും ശേഷം 34-കാരൻ ബ്രസീലിയൻ ക്ലബ്ബ് സാന്റോസിനായാണ് നിലവിൽ കളിക്കുന്നത്. ലോകകപ്പിന് ഇനി 18 ആഴ്ചയുടെ ദൂരം മാത്രം ബാക്കി നിൽക്കെ ഇനിയുള്ള ഓരോ ദിനങ്ങളും താരത്തിന് ഏറെ നിർണായകമാണ്. അതായത് ബ്രസീൽ ദേശീയ ടീമിലേക്ക് പരിഗണിക്കപ്പെടാൻ അയാൾക്ക് മുന്നിൽ പരമാവധി ലഭിക്കുക 15 ആഴ്ചകൾ മാത്രം. അവസാന ലോകകപ്പിന് തയ്യാറെടുക്കുന്ന നെയ്മർക്ക് നിലവിൽ തന്റെ ഫോമും ഫിറ്റ്നസും നിലനിർത്തേണ്ടത് ഈ കാലയളവിൽ പരമപ്രധാനമാണ്. 2023 ഒക്ടോബറിൽ കാൽമുട്ടിന് ഗുരുതരമായി പരിക്കേറ്റ താരം ദീർഘകാലത്തിന് ശേഷമാണ് കളത്തിലേക്ക് മടങ്ങിയെത്തിയത്. എന്നാൽ ഇടയ്ക്കിടെ പരിക്ക് വീണ്ടും അയാൾക്ക് മുന്നിൽ വില്ലനായി എത്തിയതോടെ ദേശീയ ടീമിലേക്കുള്ള തിരിച്ചുവരവ് അനന്തമായി നീണ്ടു. മടങ്ങിവരവിൽ സാന്റോസിനായി ചില മിന്നലാട്ടങ്ങൾ പുറത്തെടുത്തെങ്കിലും വിശ്വമേളയിലേക്ക് പരിഗണിക്കാൻ ഇനിയും സ്ഥിരതയോടെ കളിക്കണമെന്നാണ് അൻസലോട്ടിയുടെ നിലപാട്. നിലവിൽ കോച്ചിന്റെ പ്ലാനിൽ നെയ്മറിനെ എവിടെ കളിപ്പിക്കുമെന്നതും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. വിങ്ങറായോ ഫോൾസ് നയനായോ താരത്തെ പരിഗണിക്കാൻ ഇടയില്ല. മധ്യനിരയിൽ കളി നിയന്ത്രിക്കുന്ന ഹൈബ്രിഡ് ഓപ്ഷൻ ആകും അൻസലോട്ടി താരത്തെ വിന്യസിക്കുക. മോഡേൺ ഫുട്ബോളിൽ വിങ്ങർമാർ പ്രതിരോധത്തിലേക്ക് ഇറങ്ങി പന്ത് റിക്കവർ ചെയ്യുന്ന ഡ്യൂട്ടി കൂടി എടുക്കേണ്ടതുണ്ട്. നിലവിൽ ഫിറ്റ്നസ് കണക്കിലെടുത്താൽ ഈ റോളിൽ എത്രത്തോളം അൻസലോട്ടിക്ക് നെയ്മറിൽ വിശ്വാസം അർപ്പിക്കാനാവുമെന്നതും കണ്ടറിയണം. മുന്നേറ്റ നിരയിൽ സ്ഥാനമുറപ്പിക്കാൻ കടുത്ത മത്സരവും നെയ്മർ നേരിടേണ്ടി വരും. ബാർസലോണയുടെ ഗോൾ മെഷീൻ റാഫീന്യ, ഓൾഡ് ട്രാഫോർഡിൽ മാന്ത്രിക നൃത്തമാടുന്ന മത്യാസ് കുഞ്ഞ, ചെൽസിയുടെ താരം ജാവോ പെഡ്രോ, റയലിൽ നിന്നും പുറത്തു കടന്ന ശേഷം ബീച്ച് മോഡിൽ കളിക്കുന്ന എൻട്രിക്, അങ്ങനെ ഒട്ടേറെ ഓപ്ഷനുകൾ ഇറ്റാലിയൻ പരിശീലകന് മുന്നിലുണ്ട്. എന്നാൽ നെയ്മർ എന്ന പേര് മാറ്റി നിർത്തിയ ഒരു വലിയ റിസ്ക് എടുക്കാൻ ഇറ്റാലിയൻ കോച്ച് തയ്യാറായേക്കില്ല. തന്റെ പതിവ് പ്രകടനം പുറത്തെടുത്ത് ലോകകപ്പ് സ്ക്വാഡിലേക്കുള്ള അയാളുടെ ഗ്രാൻഡ് എൻട്രിക്കാണ് ആരാധകരും കാത്തിരിക്കുന്നത്. നിലവിൽ യുണൈറ്റഡിനായി ഗോൾ അടിച്ചും അവസരമൊരുക്കും തകർപ്പൻ ഫോമിലാണ് മത്യാസ് കുഞ്ഞ. ഈ സീസണിൽ യുണൈറ്റഡിന്റെ ചാൻസ് ക്രിയേറ്റ് ചെയ്തതിലും ആദ്യ പേരുകാരൻ. നിർണായക സമയങ്ങളിൽ ഗോൾ അടിച്ചും ടീമിന്റെ രക്ഷകനാകുന്നു. യുണൈറ്റഡിലെ തന്നെ മറ്റൊരു ബ്രസീലിയൻ താരമായ കാസമീറോയും മികച്ച പ്രകടനമാണ് ഇംഗ്ലണ്ടിൽ പുറത്തെടുക്കുന്നത്. ഈ സീസൺ അവസാനം ക്ലബ്ബ് വിടുമെന്ന് ഉറപ്പായ 33-കാരൻ ചില മത്സരങ്ങളിൽ സാന്റിയാഗോ ബെർണബിയിലെ തന്റെ പ്രൈം ടൈം ഓർമ്മിപ്പിക്കുന്നു. അൻസലോട്ടി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ടീമിലേക്ക് മടക്കിക്കൊണ്ടുവന്ന കാസമീറോയുടെ ഫോം കാനറികൾക്ക് പോസിറ്റീവ് സൈനാണ്. റയൽ മാഡ്രിഡ് കോംബോയായ വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും ഏത് ടീമിന്റെയും കോട്ട പൊളിക്കാൻ കെൽപ്പുള്ളവർ തന്നെ. ബാർസലോണയെ കിരീടങ്ങളിലേക്ക് നയിക്കുന്ന റാഫീന്യ കരിയർ ബെസ്റ്റ് ഫോമിലാണ് കടന്നു പോകുന്നത്. പ്രീമിയർ ലീഗിൽ ചെൽസിക്കായി ഗോളടിച്ചു കൂട്ടുന്ന ജാവോ പെഡ്രോയും എസ്റ്റാവോ വില്യനും ഇതേ പ്രകടനം മഞ്ഞ ജേഴ്സിയിലും ആവർത്തിക്കുമെന്നും കാനറി കൂട്ടം പ്രതീക്ഷിക്കുന്നു. ആർസനലിൽ ആർട്ടേറ്റയുടെ വിശ്വസ്തനായി ഇതിനോടകം മാർട്ടിനിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ന്യൂകാസിൽ യുണൈറ്റഡിന്റെ മധ്യനിരയിലെ ബുദ്ധികേന്ദ്രമായ ബ്രൂണോ ഗുമേറസും മികച്ച ഓപ്ഷനാണ്. PSG പ്രതിരോധത്തിന്റെ അവസാന വാക്കായ മാർക്കിനോസും ആർസനൽ പിരങ്കി കോട്ടക്ക് കാവലിരിക്കുന്ന ഗബ്രിയേലും ചേരുന്നതോടെ ലോകകപ്പിലെ ഏറ്റവും സ്ട്രോങ് പ്രതിരോധ നിരയും ബ്രസീലാണെന്ന് പറയേണ്ടി വരും. റയൽ മാഡ്രിഡ് വിട്ട് ജനുവരിയിൽ ഒളിമ്പിക് ഗ്രൗണ്ടിലേക്ക് ചേക്കേറിയ വണ്ടർ കിഡ് എൻട്രിക്കും ലോകകപ്പ് സ്ക്വാഡിലേക്ക് ഇതിനോടകം അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ജൂൺ 14-ന് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോക്കെതിരെയാണ് ബ്രസീലിന്റെ ലോകകപ്പിലെ ആദ്യ മത്സരം. ഇതിന് മുന്നോടിയായി തേച്ചുമിനുക്കിയൊരു സ്ക്വാഡിനെ ഒരുക്കുകയാണ് കാർലോ അൻസലോട്ടി. കാത്തിരിക്കാം ഫൈനൽ സ്ക്വാഡിനായി.